ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന നമ്മളുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി വഴി നമ്മളുടെ മെമ്പേഴ്സ് എല്ലാവരും ട്രേഡ് ചെയ്ത എല്ലാ മെമ്പേഴ്സും മിനിമം 100% എങ്കിലും റിട്ടേൺസ് ഉണ്ടാക്കിയ ഒരു കോയിനെ പറ്റിയിട്ടാണ് ഇവിടെ കാണാൻ പറ്റും. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് താഴെ ഉണ്ട്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ലഭിക്കും. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും നവംബർ 4 ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു റെക്സ് എന്ന് പറയുന്ന സ്വീ ബ്ലോക്ക് ചെയിനിൽ ലോഞ്ചായ മീം കോയിനെ പറ്റി. അപ്പോൾ ഞാൻ ബൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ ബൈ ചെയ്യാമെന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മീം കോയിനാണ്, എന്തൊക്കെ റിസ്ക്കുകളുണ്ട്, നല്ല വളർത്തിയാലായിരിക്കും എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഞാൻ ഒരു ഓപ്പും കൊടുക്കുന്നില്ല. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ട്രേഡ് ചെയ്യുക എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനുള്ള ഹോപ്പിൻ്റെ ലിങ്കാണ് കൊടുത്തത്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്വാപ്പ് ചെയ്യാൻ മാത്രമാണ്, എല്ലാവർക്കും സ്വാപ്പ് ചെയ്യാൻ അറിയുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഏത് കോയിനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് സ്വാപ്പ് ചെയ്തുകൊണ്ട് റെക്സ് ആക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ്ലി അങ്ങനെ ചെയ്യാനുള്ള റെക്സ് ആക്കാനുള്ള ലിങ്കാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എൻട്രി എടുത്ത പ്രൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പ്രൈസ് അപ്ഡേറ്റ് ഇവിടെ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 30%, 40%. പിന്നീട് നോക്കുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $3000 ഈ ഒരാഴ്ച തന്നെ നവംബർ മാസം തുടങ്ങി 4 ദിവസം മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ഈ 4 ദിവസം കൊണ്ട് ഞാൻ $3000 മീം കോയിൻ മാത്രം ട്രേഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി എന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി റെക്സിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 120% പ്രോഫിറ്റായി എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളും വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞാൽ പോരല്ലോ, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരണ്ടേ, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഞാൻ എൻട്രി എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0 അങ്ങനെ 8 സീറോസ് കഴിഞ്ഞതിന് ശേഷം മീം കോയിൻ അത്രയും വലിയ പ്രൈസൊക്കെ ഉണ്ടാവും. ഓക്കെ, അത്രയും സീറോസ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം 1051 എന്ന് പറയുന്ന പ്രൈസിനാണ് ഞാൻ എൻട്രി എടുത്തത്. നിലവിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും അതേപോലെ 8 സീറോസ് കഴിഞ്ഞതിന് ശേഷം 2489 എന്ന് പറയുന്ന പ്രൈസിലാണ് നിലവിലുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിലേക്ക് എത്തിയ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 148% ആണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ആക്കി ഈസി ആയിട്ട് പറയാൻ വേണ്ടി 150% തന്നെ പറയാം. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ 150% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഹോപ്പ് അഗ്രിഗേറ്റർ വെച്ചിട്ടാണ് ഇവിടെ സ്വാപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ സ്വീ കോയിൻ മാറ്റി റെക്സ് ആക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ $100 മാത്രമാണ്, വെറും $100 വർത്തായുള്ള സ്വീറ്റ് ടോക്കൺ. ഓക്കെ, അപ്പോൾ നിലവിൽ ഞാൻ ആ $100 കൊടുത്ത് വാങ്ങിയ റെക്സിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ $264 ആണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയി പ്രോഫിറ്റ്? 160% പ്രോഫിറ്റ്. എത്ര മണിക്കൂർ കൊണ്ട്? ഞാൻ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, നിലവിലെ സമയം നോക്കുക 4:15 ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം 4.5 മണിക്കൂർ എന്ന് തന്നെ നമുക്ക് റൗണ്ട് ആക്കി പറയാം. അങ്ങനെ 4.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് $164 ആണ്. $164 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും നിലവിലെ പ്രൈസ് അനുസരിച്ച് 13,794 രൂപയാണ് ഞാൻ ഈ ഒരു 3.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ തന്നെ പറയാം, 4 മണിക്കൂർ കൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ വീണ്ടും ഒരു കാര്യം എടുത്തു പറയുന്നത്, ഇതൊരു മീം കോയിൻ മാത്രമാണ്. ഇത്ര സീരിയസ് ആയിക്കൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഓൾറെഡി ആ കോയിൻ ഇത്രയും പെർസെൻറ്റേജ് പമ്പായി കഴിഞ്ഞു, ഇനി ഇടമ്പാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് റിഫ്രഷ് ചെയ്താൽ കാണാൻ പറ്റും ചിലപ്പോൾ പ്രൈസ് കൂടും കുറയും, പെട്ടെന്നായിരിക്കും മാറ്റം വരിക. കാണാൻ പറ്റും 274 ആയിട്ടുണ്ട്. അങ്ങനെ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കുറയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീം കോയിലുണ്ട്, വളരെ വോളറ്റിലിറ്റി കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത $100 മുഴുവനും പോയാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ വേറെ ക്യാഷ് ഉണ്ട്, എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആകെ $100 ഉള്ളൂ എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഒരിക്കലും ഒരു മീം കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന മീം കോയിൻ നല്ല കോയിൻ ആണോ എന്നൊക്കെ നോക്കിയാൽ പോലും ഒരു വലിയ വെയിൽ വന്നതിന് ശേഷം നല്ല രീതിക്ക് സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡംപാവും. അപ്പം നിങ്ങൾ കുറച്ച് മേലെ പെട്ടുപോയി കഴിഞ്ഞാൽ മീം കോയിനാണ് തിരിച്ചു വരുമോ എന്ന കാര്യം ഉറപ്പ് പറയാൻ പോലും നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്രൈസ് കാണുന്നുണ്ട്. ഈ ഒരു പ്രൈസ് നിന്ന് പെട്ടെന്നായിരിക്കും ഒരൊറ്റ ക്യാൻഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് 0 ആ പ്രൈസ് വരും. അതുകൊണ്ട് തന്നെ മീം കോയിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് ആണെന്ന കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ മീം കോയിനിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് റെക്സിൽ ട്രേഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈസി ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ബാക്കിയുള്ള മീം കോയിൻ്റെ എക്കോസിസ്റ്റം ഒന്നും ഇതുപോലെയല്ല ട്രേഡ് ചെയ്യേണ്ടത്. അതിലെല്ലാം വേറെ മെത്തേഡ്സ് ഉണ്ട്. അതിനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ റെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സെൽ ചെയ്യാം, ബൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞുതരാം. റെക്സ് ഈസി ആയിട്ട് വാങ്ങാനും വിൽക്കാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെലഗ്രാം ബോട്ട് എന്ന് പറഞ്ഞാൽ മൂൺലൈറ്റ് ആണ്. ഒഫീഷ്യലി സ്വീ ബ്ലോക്ക് ചെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ബോട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്കാം ആണെന്ന കാര്യങ്ങളൊന്നും പേടിക്കേണ്ട, ഫണ്ടെല്ലാം സേഫ് ആണ്. ഈ ഒരു ബോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുവഴി തന്നെ കയറി വരിക. കാരണം നിങ്ങൾ എക്സ്റ്റേണൽ വഴി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫേക്ക് ബോട്ടിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടവരെന്ത് ചെയ്യുക, ഒഫീഷ്യൽ ലിങ്ക് വഴി മാത്രം ആക്സസ് ചെയ്യുക. ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള മെത്തേഡ്
മെത്തേഡ് മാത്രം യൂസ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇല്ലാത്തത്. ഇനി സ്റ്റാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് /START എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ടു സ്റ്റാർട്ട് ഡെപ്പോസിറ്റ് സം ഫണ്ട് ടു യുവർ മൂൺലൈറ്റ് വാലറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ വാലറ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക. നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് ആണോ യൂസ് ചെയ്യുന്നത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് സൂയി കോയിനാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല, കാരണം എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്. സൂയി കോയിൻ എന്ത് ചെയ്യുക, ഈ ഒരു അഡ്രസ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബിഗിൻ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും, അത് ടാപ്പ് ചെയ്യാം. ബിഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കാണാൻ പറ്റും, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ 0 സൂയാണ്, കാരണം എൻ്റെ കയ്യിലുള്ള മുഴുവൻ സൂയും ഞാൻ റെക്സ് വാങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് ആണ് യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സൂയി ഡെപ്പോസിറ്റ് ചെയ്യുക. സൂയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു അഡ്രസ് കോപ്പി ചെയ്യുക. ബൈബിറ്റോ ബിനാൻസോ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടുന്ന് വിഡ്രോ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് സൂയി കാണാൻ പറ്റും. സൂയി എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യുക, ഈ ഒരു അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ബാലൻസും കാണാൻ പറ്റും. ജസ്റ്റ് റിഫ്രഷ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് അഡ്രസ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സൂയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. റിഫ്രഷ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, വീണ്ടും ബിഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിഫ്രഷ് ആയി വരും. താഴെ പോയി നോക്കിയാൽ നമുക്ക് ബാലൻസ് കാണാൻ പറ്റും. $11, അതായത് $12 അറൗണ്ട് ആയിട്ട് ഞാൻ സൂയി ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 6 സൂയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ബൈ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും കോൺട്രാക്ട് അഡ്രസ്സ് കറക്റ്റായിട്ട് കോൺട്രാക്ട് അഡ്രസ്സ് കൊടുക്കണം, എങ്കിൽ മാത്രമാണ് വർക്ക് ആവുക. ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും എൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കാണാൻ പറ്റും കോൺട്രാക്ട് അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്ത് നേരത്തെ പോലെ തന്നെ ബൈ ചെയ്യാൻ വന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൂയി കോയിൻ വെച്ച് വാങ്ങാം, അല്ലെങ്കിൽ 10 സൂയി വെച്ച് വാങ്ങാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ മേടിക്കാം. നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് അങ്ങനെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ 6 സൂയി മാത്രമാണ് ബാലൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 1 സൂയി വെച്ച് എന്ത് ചെയ്യാണ്, ഈ ഒരു റെക്സ് വാങ്ങാൻ പോവാണ്. ബൈ 1 സൂയി ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു 1 സൂയി ടോക്കണിൻ്റെ പ്രൈസിൽ എന്താവും, എനിക്ക് ഈ ഒരു റെക്സ് ടോക്കൺ സ്വാപ്പ് ആവും. ഇവിടെ കാണാൻ പറ്റും ഒരു സൂയി ടോക്കൺ സ്വാപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ റെക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ റെക്സ് ബൈ ചെയ്യാൻ പറ്റും. ഇനി പ്രോഫിറ്റ് ആകുമ്പോൾ സെല്ല് ചെയ്യണം. അതങ്ങനെ സെല്ല് ചെയ്യാം. ഇവിടെ നമുക്ക് സെൽ ഓപ്ഷനും കാണാൻ പറ്റും. സെൽ 50%, സെൽ X% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണോ അത് മാനുവലി കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എത്ര പെർസെൻറ്റേജ് സെല്ല് ചെയ്യണമെന്ന് ഇവിടെ മാനുവൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് എത്ര എമൗണ്ടാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ അത്രയും പെർസെൻറ്റേജ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുഴുവനായിട്ട് സെല്ല് ചെയ്യണമെങ്കിൽ സെൽ 100% കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള റെക്സും സെല്ല് ചെയ്തുകൊണ്ട് അത് വീണ്ടും സൂയി ആയിട്ട് മാറും. ഓക്കെ, പിന്നീട് ആ സൂയി ടോക്കൺ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് എങ്ങോട്ടാണോ വേണ്ടത് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ലോസ് കാര്യങ്ങളെല്ലാം റിഫ്രഷ് ചെയ്ത് കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ടെലഗ്രാം ബോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വ്യൂ PNL കാർഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാർഡും വരും. എനിക്കിപ്പോൾ ലോസ് ആയിട്ടുണ്ടാവും, കാരണം ഞാൻ പ്രൈസ് ഒന്നും നോക്കാണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും 3% എനിക്കിപ്പോൾ നിലവിൽ ലോസ് ആണുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുന്നതോറും ഇത് പ്രോഫിറ്റ് ആവും, കാരണം നല്ല രീതിക്ക് ആ കോയിൻ പമ്പ് ആവുന്നുണ്ട്. വീണ്ടും റിഫ്രഷ് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും 3% ലോസ് ആണ് നിലവിൽ കിടക്കുന്നത്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടെ കുറേയൊക്കെ ചെയ്യും, കാരണം മീം കോയിനാണ്, ഹൈ വളർച്ചയിലാണ്. ഇവിടെ കാണാൻ പറ്റും 3.23 ആയിട്ടുണ്ട്. വീണ്ടും റിഫ്രഷ് ചെയ്താൽ വീണ്ടും മാറും. അങ്ങനെ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്ത് കറക്റ്റായിട്ട് നല്ല പ്രോഫിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എല്ലാം കൂടെ സെല്ല് ചെയ്തുകൊണ്ട് ആ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പ്രോസസ്സ് മാത്രമാണ് ഈ റെക്സ് എന്ന് പറയുന്ന മീം കോയിൻ ബൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് ചാർട്ടെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ചാർട്ടിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ ചാർട്ടൊക്കെ നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അവിടെ കാണാൻ പറ്റും നല്ലൊരു ഡംപ് വന്നു, വീണ്ടും മേലെ കയറി പോകുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റും 274 എന്നുള്ളത് മാറിയിട്ടുണ്ടാവും. റിഫ്രഷ് ചെയ്യാണ്. റിഫ്രഷ് ചെയ്താൽ കാണാൻ പറ്റും 248 ആയിട്ടുണ്ട്. മീം കോയിൻ ആണ്, നല്ല വളർച്ചയിലായിരിക്കും. റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു പരിപാടി ചെയ്യുക. അല്ലാതെ സ്റ്റേബിളായിട്ട് വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തവർ ഒരിക്കലും ഇതിലേക്ക് വരരുത്. നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ലോസ് ആവുകയാണെങ്കിൽ നല്ല ലോസുമായിരിക്കും. അപ്പോൾ അങ്ങനെ കോയിൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റായ ടൈമിന് എൻട്രി എടുക്കണം. ഞാൻ ടെലഗ്രാമിൽ കൃത്യമായിട്ട് എൻട്രി ഇവിടുന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 150% പ്രോഫിറ്റിലായിരിക്കും നിലവിലുണ്ടാവുക. അപ്പോൾ നല്ല കോയിൻസ് വരുമ്പോൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. എല്ലാം 100% സക്സസ് എന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ എമൗണ്ടും ഇട്ടതിന് ശേഷം ഇനി ലോസ് ആവുകയാണെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം ചെയ്യുക. എനിക്ക് ലോസ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന അത്ര എമൗണ്ട് മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ $100 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അത് $248 മാറി. ഈ $100 ഞാൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി പോയാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ 100% റിസ്ക് എടുത്തിട്ടാണ് ഇട്ടത്. അത്ര എമൗണ്ട് പോയാലും എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ആ എമൗണ്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരിക്കലും മീം കോയിനിലേക്ക് വരാൻ പാടില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഹൈ വളർച്ചയിലാണ്, പെട്ടെന്നായിരിക്കും പ്രൈസ് മാറുക. അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിലാണ്, നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു 150% അല്ലെങ്കിൽ 100% ഒക്കെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇട്ട മുഴുവൻ എമൗണ്ട് തിരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് $100 ആണ്. ഞാൻ ആ $100 എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് $100 ഞാൻ സെല്ല് ചെയ്യും. കാരണം എൻ്റെ
ക്യാപിറ്റൽ എമൗണ്ട് സേഫ് ആക്കുക എന്നുള്ളത് കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇത്രയും ടോക്കൺ ഉണ്ട്, ഇതിൻ്റെ ഒരു പകുതി ഞാനിപ്പോൾ തന്നെ സെല്ല് ചെയ്യും, അതിനുശേഷം ആ ഒരു പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്ത് വെക്കും. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അത്ര എമൗണ്ട് സേഫ് ആക്കണം. ബാക്കിയുള്ള എമൗണ്ട് കിടക്കുന്നുണ്ട്, അതിന് കൂടുകയാണെങ്കിൽ കൂടിക്കോട്ടെ, കുറയുകയാണെങ്കിൽ എനിക്ക് ലോസ് ഒന്നുമില്ല, കൂടുകയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. നിങ്ങളും അത് തന്നെ ചെയ്യുക. ഒരിക്കലും ഭയങ്കരമായ ഗ്രീഡി ആയിട്ട് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് മുഴുവനായിട്ട് ഹോൾഡ് ചെയ്യാൻ പാടില്ല. മീം കോയിൻ ആണ്, ഒറ്റ മിനിറ്റും മതി 150% പ്രോഫിറ്റ് എന്നുള്ളത് 0% പ്രോഫിറ്റ് ആവാൻ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, റിസ്ക് ഉണ്ട്, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക, അല്ലാത്തവർ ഈ മീം കോയിൻ എന്ന് പറയുന്ന ജോണറിലേക്ക് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നമുക്ക് കാണാം. സീ യു സൂൺ, ബൈ.